ഹലോ, അസ്സാം വലൈക്കും. ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും മദ്ഹൂത്ത് റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് സ്പൈസസ് എടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, ഒരു 10-12 ഏലക്കായും അതേ അളവിൽ ഗ്രാമ്പും, ഒരു 2-3 ബേ ലീഫും, 2 പീസ് പട്ട, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ സ്റ്റാറും ഡ്രൈഡ് ഏലക്കായും ഓപ്ഷണലായിട്ട് എടുത്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ ചൂടായ പാനിലേക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്, വറുത്തെടുക്കുന്നുണ്ട്, പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. പിന്നെ ചൂടാറിയതിന് ശേഷം മിക്സി ഗ്രൈൻഡറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഒരു 4 ടേബിൾ സ്പൂണോളം വരും ഇതിൻ്റെ മസാല. റൈസിലോട്ടും അതുപോലെ തന്നെ ഗ്രേവിയിലോട്ടും ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം സൈസുള്ള 3 തക്കാളി, പിന്നെ ഒരു 10-12 പച്ചമുളക് മതി, ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 7-8 അല്ലി വെളുത്തുള്ളി, ഒരു ക്യാപ്സിക്കം, ഒരു മീഡിയം സൈസ് ഉള്ളി. പിന്നെ ഇത് തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും മാത്രം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. പച്ചമുളകും ക്യാപ്സിക്കവും ഗ്രൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഉള്ളി, തക്കാളി, വെളുത്തുള്ളി ഇത് മാത്രം ഒന്ന് അടിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലാണ്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ 1 കപ്പ് എടുക്കുന്നുണ്ട്. ചിക്കൻ പൊരിച്ചെടുക്കാനും അതുപോലെ തന്നെ റൈസിനും ആവശ്യമുള്ള എണ്ണയാണിത്. പിന്നെ ഇതെല്ലാം ഒരു പോട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു പട്ട, പിന്നെ 3-4 ഏലക്കായും കൂടെ ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, പിന്നെ പച്ചമുളകിൻ്റെ പകുതിയും കൂടി ഇട്ടെടുക്കുക. പച്ചമുളക് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, മുഴുവനായിട്ട് ഇട്ടെടുക്കുക. എന്നാൽ ഫ്ലേവർ ഇളകുകയും ചെയ്യും, കൂടുതലായിട്ട് എരിവ് ഉണ്ടാവുകയും ചെയ്യില്ല ഇങ്ങനെ ഫുള്ളായിട്ട് ഇട്ടെടുക്കുന്ന സമയത്ത്. പിന്നെ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ ഈ മുളക് പൊടിയിൽ കുറച്ച് കൂട്ടി കൊടുക്കുക. പിന്നെ കാശ്മീരി മുളകല്ലാണെങ്കിൽ കുറച്ചധികം ഇട്ട് കൊടുത്താൽ നല്ല കളർ ഉണ്ടാവും. ഒരു 1.5 ടേബിൾ സ്പൂണെല്ലാം ഇട്ടെടുക്കുക കാശ്മീരി ആണെങ്കിൽ. പിന്നെ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെക്കാം കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ വെയിറ്റ് ചെയ്യുക. എണ്ണ മുകളിലോട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചിക്കനും അതുപോലെ തന്നെ ചിക്കൻ ചേർക്കുന്ന സമയത്ത് തന്നെ 2 ഡ്രൈഡ് ലെമണും നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊടീൻ്റെ പകുതിയും കൂടെ ചേർത്ത് കൊടുക്കണം. അറബിക് റൈസ് ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ചിക്കൻ ചേർത്താലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവല്. ഇതിപ്പം കുറച്ചധികം ഒരു 2 ദിവസത്തേക്ക് ഉണ്ടാക്കുന്നുണ്ട്. 1 കിലോ റൈസിന് 1.5 കിലോ ചിക്കൻ എന്നുള്ള അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഞാൻ ഡ്രൈഡ് ലെമൺ ഫസ്റ്റ് ചേർക്കാൻ മറന്നുപോയി, അതുകൊണ്ട് കുറച്ച് ചിക്കൻ വെന്തതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റിലേ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊടി പകുതി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ ഒരു 90% ഓളം കുക്ക് ആവണം, എന്നാലും ഫുള്ളായിട്ട് കുക്കാകും വേണ്ട, കാരണം റൈസിൻ്റെ കൂടെ വേവുന്ന സമയത്ത് ഓവർ കുക്കായി പോവും. പിന്നെ ഇതാ ബസ്മതി റൈസ് നോർമൽ ബസ്മതിയാണ്, അതുകൊണ്ട് 20 മിനിറ്റ്സ് സോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സെല്ല ബസ്മതി ആണെങ്കിൽ ഒരു 1 മണിക്കൂറോളം സോക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ഇതാ ഡ്രൈ ചെയ്തിട്ട് അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 4 ടേബിൾ സ്പൂണോളം പൊടി ഇതുണ്ട്. പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്യാം. അരിൻ്റെ എല്ലാ ഭാഗത്തും ഗ്രേവിയും പിന്നെ പൗഡറും ആകുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് മുഴുവനായിട്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇട്ട് കൊടുക്കുക, നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുക്കാം. ഉപ്പ് ഒരുപടി മുന്നിൽ നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ, എങ്കിൽ മാത്രമേ അരി വേവുന്ന സമയത്ത്
കറക്റ്റ് ഉപ്പുണ്ടാകൂ. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. എല്ലാം കൂടി മിക്സ് ചെയ്യാം. പിന്നെ നന്നായി തിളക്കുന്ന സമയത്ത് അരി മുകളിലേക്ക് വരാൻ തുടങ്ങും. ഈ സമയം ലോ ഫ്ലെയിം ആക്കിയിട്ട് അടച്ച് വെച്ചെടുക്കുക കേട്ടോ. ഒരു 20 മിനിറ്റ്സ് കൊണ്ട് തന്നെ മദ്ഹൂത്ത് റെഡി ആയിക്കോളും. നമുക്ക് ഇതിൽ ഒരു പോട്ട് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. മസാല ആക്കാനുള്ള ടൈമിൽ ഒന്നും പോയിട്ടില്ല. അപ്പം എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇതാ എല്ലാ ഭാഗത്തും ഇൻഗ്രീഡിയൻസ് എല്ലാം എത്തുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നന്നായി തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെക്കാം കേട്ടോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിൽ മദ്ഹൂത്ത് കഴിക്കണമെങ്കിൽ ടൈമൊന്നും അധികം വേസ്റ്റ് ആക്കാനൊന്നും ഇല്ലെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്ക്. ടേസ്റ്റിനൊരു കുറവും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈസി ആയിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബൈ.